നമസ്കാരം പ്രിയപ്പെട്ടവരെ, വളരെ സങ്കടകരമായിട്ടുള്ളൊരു വാർത്തയാണ്. ഗോവിന്ദപുരം സ്വദേശി ദീപക് എന്ന് പറയുന്ന 37 വയസ്സുകാരൻ്റെ ഒരു ഫോട്ടോ ആണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. കഴിഞ്ഞ 2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ, സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ തന്നെ വൈറലായിട്ടുള്ള ഒരു മനുഷ്യനാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. അതായത് ഒരുത്തി ചാനലിന് റീച്ച് കൂടാൻ വേണ്ടി അവളുടെ കുത്തിക്കഴപ്പ് തീർത്തത് ഈ പാവം പിടിച്ച മനുഷ്യൻ്റെ നെഞ്ചത്തായിരുന്നു. ആ മനുഷ്യൻ ഇന്നിപ്പോൾ നമ്മളോടൊപ്പം ഇല്ല. അദ്ദേഹം ആത്മഹത്യ ചെയ്തെന്നുള്ള ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. സമൂഹ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലൂടെ ഈ കാണുന്ന ഫോട്ടോയിൽ മോൾ, തന്തയ്ക്ക് പറക്കാത്ത ഈ കഴിവറാമോൾ കാണിച്ച ഒരു കുത്തിക്കഴപ്പ് കാരണം ആ മനുഷ്യന്റെ ജീവൻ ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ആ കുടുംബത്തെ വഴിയാധാരമാക്കിയിട്ടുള്ള ഒരു പരമ മോളാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവളുടെ ഒരു വല്ലാത്തൊരു സോക്കേടായിരുന്നു. ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഇവളുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയോട് അപമര്യാദയായി പെരുമാറുന്നത് കണ്ടപ്പോൾ ഇവൾ വീഡിയോ ഷൂട്ട് ചെയ്തെന്നാണ് പറഞ്ഞത്. അതിനുശേഷം ഇവളുടെ നേരെയും വന്നു എന്ന് പറഞ്ഞ ആത്മാഭിമാനമുള്ള നീ സ്ത്രീകൾക്ക് വില നൽകുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബസ്സിൽ അത്രയും തിങ്ങി നിറങ്ങി യാത്ര ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ബാഗുണ്ട്. ഇദ്ദേഹം ഒരു കൈ കൊണ്ട് സീറ്റിനകത്ത് പിടിച്ചിരിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു വീഡിയോയിൽ കാണാൻ സാധിക്കും. ഇനി അനാവശ്യമായിട്ട് ഇവളുടെ ദേഹത്ത് അയാൾ അങ്ങനെ സ്പർശിക്കുകയോ തൊടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കർണ കുറ്റി നോക്കി നീ ഒരു അടി കൊടുത്തിരുന്നെങ്കിൽ ആ ബസ്സിലുള്ളവരും ഇന്ന് ഈ വീഡിയോ കാണുന്നവരെല്ലാം നിന്നെ സപ്പോർട്ട് ചെയ്തില്ല. പക്ഷെ നീ കാണിച്ചത് നിന്റെ ചാനലിന് റീച്ച് കൂട്ടാൻ വേണ്ടി നീ കാണിച്ച പാവം മനുഷ്യനാണ് ഇല്ലാണ്ടായത്. അതായത് സ്ത്രീകൾക്ക് എല്ലാ പരിരക്ഷയും കൊടുക്കും, സ്ത്രീകൾ പറയുന്നത് മാത്രമേ ഇവിടെ എല്ലാം കേൾക്കത്തുള്ളൂ, ഈ സ്ത്രീകൾക്ക് വേണ്ടിയാണ് ഈ നിയമങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് പറയുന്നുണ്ട്. സ്ത്രീകൾക്ക് ഞങ്ങൾ പരിഗണന കൊടുക്കുന്നുണ്ട്, സ്ത്രീകൾക്ക് തന്നെയാണ് മുൻഗണന കൊടുക്കുന്നത്. പക്ഷെ നിന്നെ പോലെ പിഴച്ച സന്തതികൾ, നിന്നെ പോലെ തന്തയ്ക്ക് പറക്കാത്ത നാട് കാണിച്ച ഒരു പാവം മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെടുത്തിയ ഇവളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. ഇവളെ ഒരു കാരണവശാലും ഇവളെ വെറുതെ വിടരുത്. ഇപ്പൊ ഇതോടുകൂടി ഇവളുടെ സോക്കേട് തീർന്നിട്ടുണ്ട്. നമുക്ക് ആ ഒരു വാർത്ത ഒന്ന് കണ്ടതിന് ശേഷം ഇവിടെ ഷൂട്ട് ചെയ്ത ആ വീഡിയോ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ എല്ലാവരും കാണുക. സത്യസന്ധമായി നിങ്ങൾ പറയുക, അദ്ദേഹം ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ എന്തുകൊണ്ടായിരുന്നു ഇവൾ ആ വീഡിയോ പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് എന്തുകൊണ്ട് ഇവൾ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തില്ല, അല്ലെങ്കിൽ ഇവളുടെ വീട്ടുകാരുടെ അടുത്ത് കംപ്ലൈന്റ് ചെയ്തില്ല, ഇല്ലെങ്കിൽ ആ ബസ്സിനകത്ത് ഉള്ളവരുടെ അടുത്ത് എന്തുകൊണ്ട് ഇവൾ കംപ്ലൈന്റ് ചെയ്തില്ല? ഇവൾ കംപ്ലൈന്റ് ചെയ്യാൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇവക്ക് ഇവളുടെ ഇൻസ്റ്റഗ്രാമിൽ റീച്ച് കിട്ടണം, ഇവൾ പോപ്പുലർ ആകണം. ഇവൾ വേറൊരുത്തി കാണിച്ചായിരുന്നല്ലോ, ഒരു ട്രാൻസ്പോർട്ട് ബസ്സിനകത്തിരുന്നുകൊണ്ട് മുഖം മൂടി വെച്ചിട്ട് ഒരുത്തി വീഡിയോ എടുത്തിട്ട് ഒരു മനുഷ്യനെ തേജോപതം ചെയ്ത് നിങ്ങൾ കണ്ടല്ലോ. അപ്പൊ ഇവിടെ ആണുങ്ങളുടെ മാനത്തിനും വിലയൊന്നുമില്ലേ? ആണുങ്ങൾക്ക് നിയമം ഇല്ലേ? ആണുങ്ങൾ എന്താ വെറും പുഴുത്ത പട്ടികളാണോ ഇവിടുത്തെ? ഒരു കുടുംബത്തെ അനാഥമാക്കിയിട്ടുള്ള ഇവളെ വെറുതെ വിടരുത്. നമുക്ക് ആ വാർത്ത ഒന്ന് കണ്ടുനോക്കാം. സാമൂഹിക മാധ്യമങ്ങളിലൂടെ ദൃശ്യം പ്രചരിച്ചതിന് പിന്നാലെ യുവാവ് ജീവനൊടുക്കി. കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക്കാണ് മരിച്ചത്. ദീപക് ബസ്സിൽ വെച്ച് ലൈംഗിക അതിക്രമം കാട്ടിയെന്നായിരുന്നു യുവതിയുടെ ആരോപണം. തിരക്കുള്ള ബസ്സിൽ വെച്ച് യുവതി ചിത്രീകരിച്ച വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചതിന് പിന്നാലെയാണ് ദീപക് ആത്മഹത്യ ചെയ്തത്. വസ്തുതാവിരുദ്ധമായ പ്രചാരണമാണ് യുവതി സാമൂഹിക മാധ്യമങ്ങളിൽ നടത്തിയതെന്നും ദീപക് കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്നുവെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു. ആ പ്രതികരണത്തിലേക്ക് ആദ്യം. ഒരു സംഗതികളിലേക്കും വരാത്ത, കച്ചറക പോലും ഇല്ലാത്ത ഒരാളാണ്. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ പോലും ആള് അതിന് മുന്നിലേക്ക് കയറി വരാത്തൊരു മനുഷ്യനാണ്. ഇങ്ങനെയൊരു സംഭവം കാണുമ്പോൾ അപേക്ഷമായിട്ട് അവൻ്റെ വല്ലാണ്ട് വേദനിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ എന്തായാലും ഇനിയും ഇങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യുന്നവരോട് പ്രത്യേകം പറയാനുള്ളത്, മറ്റൊരാളെ ജീവിതം എടുത്തിട്ട് പന്താടരുത് എന്നുള്ളതാണ്. എന്താണ് റിയാലിറ്റി എന്ന് അറിയാണ്ട് ഒന്നും പോസ്റ്റ് ചെയ്യരുത്, ഒന്നും ഷെയർ ചെയ്യരുതെന്ന് അതൊരു റിക്വസ്റ്റാണ്. ഇവളിനി അതിജീവതയാകുമോ ഇല്ലയോ എന്നുള്ള കുറിച്ച് എനിക്ക് അറിയത്തില്ല. ഇനി ഇവളെ നമ്മൾ ഫേസ് കാണിച്ചെന്നും പറഞ്ഞുകൊണ്ട് നമുക്കെതിരെ കേസൊന്നും വരുത്തണ്ട. കാരണം ഇവള് തന്നെ ഷൂട്ട് ചെയ്ത് ഇവളുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഇട്ടിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾ ഇതൊന്ന് കണ്ടു നോക്കിക്കോളൂ. പിന്നെ ഇതൊരു വ്യൂസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല കേട്ടോ, ഒരു ഗുരുതരമായിട്ടുള്ള മാനസിക സാമൂഹിക പ്രശ്നത്തിൻ്റെ വിശദീകരണമാണ്. ഇന്നലെ ഞാനൊരു പബ്ലിക് ബസ്സിൽ നിന്നുള്ളൊരു വീഡിയോ ഷെയർ ചെയ്ത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ മനഃപൂർവ്വം എൻ്റെ ശരീരത്തിൽ സ്പർശിക്കുന്ന ഒരു വീഡിയോ. അതൊരു ആക്സിഡൻ്റ് അല്ല, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും അല്ല. ഇത് മേജർ സൈക്കോളജിക്കൽ ഇഷ്യൂവും സെക്ഷൽ ബൗണ്ടറി വയലേഷനുമാണ്. അതായത് കൺസെൻ്റ് ഇല്ലാതെ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ തൊടാൻ ആർക്കാ അവകാശമുള്ളത്? ശരിക്കിത് കാണിക്കുന്നത് എന്താണെന്നറിയോ? അയാൾക്ക് അയാളുടെ ഇമ്പൾസ് കൺട്രോൾ ചെയ്യാനുള്ള ശേഷിയില്ല, മറ്റുള്ള മനുഷ്യന്മാരോടുള്ള എമ്പതി ഇല്ല. ഇതിനൊക്കെ അപ്പുറത്ത് ആരും എന്നെ ഒന്നും ചെയ്യില്ല എന്നുള്ളൊരു മറ്റേടത്തെ വിചാരമില്ലേ, അതും കൊണ്ടാണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഫസ്റ്റ് എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിക്കുള്ള ഡിസ്റ്റർബൻസ് കണ്ടിട്ട് എൻ്റെ ഫോണിൽ വീഡിയോ ഓണാക്കി ഇങ്ങനെ പിടിച്ചു. ഈ വീഡിയോ ഓണാക്കിയത് അയാൾ കണ്ടിട്ടുണ്ട്. അയാളത് കണ്ടുകൊണ്ടിരിക്കെ തന്നെ അയാൾ കുറച്ച് നേരം അങ്ങനെ നിന്നു, വേറെ കുഴപ്പമൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അയാളത് പിന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നത്? വീഡിയോ എടുത്താലും എനിക്ക് പ്രശ്നമില്ല, എങ്ങനെയായാലും പ്രശ്നമില്ല, ഞാൻ ചെയ്യാനുള്ളത് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളത്. ഇത് കാണിക്കുന്നത് ഇയാളിതൊരു പാറ്റേണായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ബിഹേവിയറിൽ നല്ല പ്രശ്നമുണ്ട്.
ഇതൊരു മെയിലിൻ്റെ നോർമൽ ബിഹേവിയർ അല്ല, ഇൻസ്റ്റിങ്ക്റ്റും അല്ല, ടെംപ്റ്റേഷനും അല്ല, പിന്നെന്താ അൺകറക്റ്റഡ് ബിഹേവിയറാണ്. സൈക്കോളജി പറയണതേ അൺചാലഞ്ചഡ് ബിഹേവിയർ ബിക്കം റിപ്പീറ്റഡ് ബിഹേവിയേഴ്സ്. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ ഇന്നലെ ആ വീഡിയോ എടുത്ത് അയാൾക്കത് പ്രശ്നമല്ല എന്ന് അയാൾ മനസ്സിലാക്കിയിട്ട് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തത് കണ്ടിട്ട് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. സൊസൈറ്റി അയാളെ ചോദ്യം ചെയ്യണം. അത് അയാളുടെ ചുറ്റുമുള്ള ആൾക്കാരും അയാളുടെ കുടുംബക്കാരും കാണണം. ഒരാൾ സ്വന്തം മനസാക്ഷിക്ക് മുമ്പിൽ അയാൾക്ക് ഒന്നും പ്രശ്നമില്ലാതെ നടക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ പിന്നെ അയാൾ മാന്യത കാണിക്കുന്നത് അയാൾ ജീവിക്കുന്ന സൊസൈറ്റിക്ക് മുമ്പിലും അയാളുടെ ചുറ്റുമുള്ള കുടുംബത്തിന് മുമ്പിലുമാണ്. അപ്പോൾ ഈ കുടുംബം അത് അറിഞ്ഞു എന്നറിയുമ്പോഴും സൊസൈറ്റി അത് അറിഞ്ഞു എന്നറിയുമ്പോൾ മാത്രമാണ് ഇവർ ഈ ബിഹേവിയർ ചേഞ്ച് ചെയ്യാൻ പോകുന്നുള്ളൂ. അതാണ് ഞാൻ ആ വീഡിയോ ഷെയർ ചെയ്തതുകൊണ്ട് ഉദ്ദേശിച്ചത്. ആ സാധനം സൊസൈറ്റി നോർമലൈസ് ചെയ്യുന്നത് കൊണ്ട് എന്താ ഉണ്ടാവുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഒരിക്കലും അത് ചേഞ്ച് ചെയ്യാൻ പോകുന്നില്ല. ഇങ്ങനെയാണെങ്കിലും വിക്ടിമിനെ മാത്രം ക്രൂശിക്കാനേ ഇവിടെ ആളുകളുള്ളൂ എന്ന് പറഞ്ഞിട്ട് അയാൾ അത് ആ സാധനം റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതൊരു ചെറിയ തെറ്റല്ല, ജോക്കും അല്ല, അറ്റൻഷൻ സീക്കിങ്ങും അല്ല. ഇതൊരു മേജർ സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ഇഷ്യൂ ആണ്. സൊസൈറ്റിയും കുടുംബവും അറിഞ്ഞ് അയാളെ ബിഹേവിയർ, ഇത്തരം ആൾക്കാരുടെ ബിഹേവിയർ തിരുത്താനാണ് ശ്രമിക്കേണ്ടത്. എനിക്കിപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇതിൻ്റെ റിയാക്ഷനും ഇതിൻ്റെ റെസ്പോൺസൊക്കെ കണ്ടിട്ട് തോന്നുന്നതേ ഇയാളേക്കാൾ ഭയങ്കര കൗൺസിലിംഗ് കൊടുക്കേണ്ടത് നമ്മുടെ സൊസൈറ്റിക്കാണ്. നിങ്ങൾ കണ്ടല്ലോ അല്ലേ, നല്ല വിദ്യാഭ്യാസവും മറ്റിടത്തെ കൊണയടിയൊക്കെ നിങ്ങൾ കേട്ടല്ലോ. ഇത്രയും വലിയ കഴിവൊക്കെ ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് ഇവൾ നിയമപരമായ രീതിയിൽ ഇത് പോകാഞ്ഞത്? ഇവളൊരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സമൂഹം മൊത്തം ഇത് കണ്ടിട്ട് ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർ തെറ്റ് തിരുത്തുമെന്നാണ് തോന്നിയത്. ഇവൾ കാണിച്ച ഈ ശുദ്ധ തെമ്മാടിത്തരം ഉണ്ടല്ലോ, ഇവള് വെറുതെ വിടരുത്. ഒരു മനുഷ്യന്റെ ജീവൻ, ആ കുടുംബം മൊത്തത്തിൽ നാശകോശമാക്കി. ഇവള് ആ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം തിരിഞ്ഞു വരുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ കൈ വന്ന് തട്ടുമ്പോൾ പോലും ഇവളുടെ മാനത്തിന് ഇവള് പോലും വില കൽപ്പിക്കാത്ത രീതിയിലാണല്ലോ ഇവൾ ആ ഒരു സീൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് അത് സ്വന്തം ഇൻസ്റ്റഗ്രാമിലൂടെ പോസ്റ്റ് ചെയ്തിട്ട് അതിന് വലിയ വിശദീകരണമായിട്ട് വന്ന് നിൽക്കുന്ന ഇവളെ പോലുള്ള ആളുകൾ സ്ത്രീ സമൂഹത്തിന് മാനക്കേടാണ്, അപമാനമാണ് ഇവള്. ഈ മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെട്ടു, അച്ഛനും അമ്മ, ഭാര്യ, മക്കള് എല്ലാവർക്കും അയാൾ പോയി. അത്രത്തോളം അപമാനം ആണ് അയാൾ ആ ഒരൊറ്റ വീഡിയോയിലൂടെ അയാൾ നേരിട്ടത്. അത്രയും മാനസിക സമ്മർദ്ദം ഉണ്ടായിട്ടാണ് അദ്ദേഹം ആ ജീവൻ ഒടുക്കിയത്. കാരണം ഈ കാണിച്ച തെമ്മാടിത്തരത്തിന്, ഈ തന്തയ്ക്ക് പറക്കാത്തവളോട് ഒരു കാരണവശാലും ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ പുറത്തു കൊടുക്കരുത്. കാരണം ഇത് ഇനിയും ഒരുപാട് സ്ത്രീകൾക്ക്, ഇതുപോലുള്ള സ്ത്രീകൾക്ക് അതൊരു വളമായിട്ട് മാറും. കാരണം റീച്ചിന് വേണ്ടി അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഞാൻ എന്തോ വലിയ സംഭവമാണെന്ന് കാണിക്കാൻ വേണ്ടി ഒരു മനുഷ്യന്റെ ജീവൻ എടുത്ത കൊലയാളിയാണ് ഇവള് തീർത്തും ഇതിന് ശിക്ഷയ്ക്ക് അർഹതപ്പെട്ടവൾ തന്നെയാണ്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ വീഡിയോ കാണുന്ന നല്ലവരായിട്ടുള്ള ജനങ്ങൾ ഒന്നടങ്കം ഇവൾക്കെതിരെ രംഗത്ത് വരണം. കാരണം ഇതുപോലുള്ള ഒരുപാടെണ്ണം ഉണ്ട്. റീച്ചിന് വേണ്ടി സ്വന്തം അസ്തിത്വം പണയപ്പെടുത്തി, സ്വന്തം മാനം പണയപ്പെടുത്തിയിട്ട് ഈ സോഷ്യൽ മീഡിയയ്ക്ക് അടുത്ത് കാണിക്കുന്ന കോപ്രായങ്ങളൊക്കെ എത്രയോ നമ്മൾ കണ്ടിട്ട്. എന്താണെങ്കിലും ഇവളെ വെറുതെ വിടാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. ഇനി നമുക്ക് നേരെ നാളെ കുടയും വടിയെടുത്തോണ്ട് ഈ പറയപ്പെടുന്ന ആൾക്കാരൊന്നും വരണ്ട. ഇതൊരു മനുഷ്യന്റെ ജീവൻ വെച്ചിട്ടാണ് ഇവൾ കളിച്ചത്. ഇവൾ ഇത്രയും ബോൾഡായിട്ട് സംസാരിക്കുന്നവളായതുകൊണ്ട് എന്തുകൊണ്ട് സ്പോട്ടിൽ ഇവൾ പ്രതികരിച്ചിരുന്നെങ്കിൽ ആ ബസ്സിനകത്തുണ്ടായിരുന്ന എത്ര ആളുകൾ ഇന്ന് നിന്റോടൊപ്പം ഉണ്ടാകുമായിരുന്നു. ഈ കാണിച്ച തെമ്മാടിത്തരം ഒരു കുടുംബത്തെ വഴിയാധാരമാക്കിയ ഇവൾക്ക് നിയമത്തിന്റെ പരമാവധി ശിക്ഷ ലഭിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ആ മരണപ്പെട്ടു പോയ കുടുംബത്തിലെ ആ സഹോദരന്റെ കുടുംബത്തിന് അത് ക്ഷമിക്കാനും സഹിക്കാനുമായിട്ടുള്ള എല്ലാ ശക്തിയും ദൈവം തമ്പുരാൻ കൊടുക്കട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടി ഇതുപോലെ സമൂഹത്തിൽ വെറുക്കപ്പെടേണ്ട ജീവികളെയൊക്കെ വെറുക്കപ്പെടുക. നിങ്ങളുടെ കമന്റ് അറിയിക്കുക. അടുത്ത വീഡിയോ കാണാം.